പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യഗാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 1-2 ദിവസത്തിനകം നമ്മൾ നവംബർ മാസത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇരിക്കുന്ന ഇടവകളിൽ ഇടവകാലങ്ങളിൽ കഴിയുന്ന എല്ലാവരോടും ഒരു 30 ദിവസം വന്ന് നവംബർ മാസത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ആ ഇടവകയെ വിശദീകരിക്കുന്നതിനും എനിക്കിടയായിട്ടുണ്ട്. അത് ലോകത്തിനു മുമ്പ് ഞാൻ പങ്കുവെക്കുമ്പോൾ പല കുടുംബങ്ങളിലും ഈ ഒരു തിരിച്ചറിവില്ല. മരിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അവർക്ക് പ്രാർത്ഥിക്കാനാവില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവനില്ലല്ലോ. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് മരിച്ചവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനാവില്ല എങ്കിൽ നമ്മളുടെ കടമയാണ് നമ്മളെ അധ്വാനിച്ച് വളർത്തിയ, നമ്മളെ പരിപാലിച്ച, നമ്മളെ സംരക്ഷിച്ച, നമുക്ക് രോഗം വന്നപ്പോൾ അനേക ദിനരാത്രങ്ങൾ നമുക്ക് ഉറക്കളിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ മരിച്ചുപോയ മാതാപിതാക്കന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ സ്വർഗത്തിലേക്ക് പ്രാർത്ഥന വഴി ഉയർത്തി അവരുടെ പാപകടങ്ങൾ ക്ഷമിച്ച് അവരെ സ്വർഗത്തിന് അവകാശികളാക്കിപ്പിക്കുവാൻ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഒരു 30 ദിവസം അടുപ്പിച്ച് നവംബർ മാസം മുഴുവനും പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കുവാൻ, മരിച്ചവരെ ദൈവത്തിൻ്റെതാക്കുവാൻ നമുക്കിടയാകണം. എന്ന് പറഞ്ഞാൽ അവർക്കിനി പ്രാർത്ഥിക്കാനാവാത്തത് കൊണ്ടാണ് സഭ അവരോട് നിഷ്കർഷിക്കുക, ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ പല പൂർവികരും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് ബലിയർപ്പിക്കാനോ പള്ളിയിൽ എല്ലാ ദിവസം പോകാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് കാലം മാറി, ആധുനിക മാധ്യമങ്ങൾ കൊണ്ട് എല്ലാവർക്കും അറിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടും പള്ളിയിൽ പോയി പരിശുദ്ധനെ സംബന്ധിക്കണം എന്നുള്ളത്. പഴയ കാലത്ത് ആ അറിവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ഒരുക്കമില്ലാതെ മരിച്ചവരുണ്ട്, മരിച്ചവരുടെ പാപകടങ്ങൾ ക്ഷമിക്കാതെ ശുദ്ധനസ്ഥലത്തിൽ കിടക്കുന്നവരുണ്ടാകാം. അപ്പം അവരെയൊക്കെ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്കിടയാകണം. ഞാൻ പറയും, നമ്മളുടെ പ്രാർത്ഥന വഴി ഒരാത്മാവെങ്കിലും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ ആ ആത്മാവ് നമ്മോട് വിശ്വസ്തരായിരിക്കും. അതവര് രാപകൽ ദൈവസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയും. നമ്മളൊരിക്കലും വഴിതെറ്റി പോവില്ല. നമ്മൾ മരിക്കുമ്പോഴേ ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മുടെ പ്രാർത്ഥന വഴി ദൈവത്തിന്റെ കരുണയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആത്മാക്കളുടെ നിരന്തരമായ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥന വിഫലമാവില്ല. അതുകൊണ്ട് തീക്ഷ്ണതയോടെ, എനിക്ക് സാധാരണ മാസങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ പള്ളിയിൽ വന്ന് ബലി അർപ്പിക്കുന്നുണ്ട്. 30 ദിവസം, നവംബർ മാസം 1 മുതൽ 30 വരെ. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേനും ദൈവം കരുണ ചൊരിയും, ദൈവം കരുണ വർഷിക്കും, ദൈവം കാരുണ്യം പ്രകടമാക്കും. ദൈവം കരുണയുടെ ദൈവമാണ്, ആശ്വാസത്തിന്റെ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുവചനങ്ങളെ, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതായത് മരിച്ചാലും ജീവിച്ചാലും നാം ദൈവത്തിന് വേണ്ടി ജീവിക്കണം. കാരണം ദൈവം മരിച്ചവരെ ഉത്ഥാനം ചെയ്ത് ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നിത്യമായി അവർ ദൈവത്തോടൊത്തായിരിക്കും. നിത്യ ആയുസ്സിന് അവർ അർഹരായിത്തീരും. നമ്മളും അങ്ങനെ ജീവിതം മുമ്പോട്ട് നയിക്കുക. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ഫലമില്ലാതാവുകയില്ല. അത് നമുക്കും അനുഗ്രഹമായിട്ട് തീരും. നമ്മുടെ കുടുംബത്തെയും അതുവഴി ദൈവം അനുഗ്രഹിക്കും. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയരുണ്ടാകും. അങ്ങനെ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു സ്വർഗ സൗഭാഗ്യം ഈ ഭൂമി വെച്ച് തന്നെ രൂപപ്പെടുത്തുവാൻ ഈ നവംബർ മാസം മുഴുവൻ ഇടയാകട്ടെ. നമുക്ക് ദിവ്യഗാനനാഥനോട് പ്രാർത്ഥിക്കാം. ദിവ്യഗാനനാഥ, കൃപ തരണം. കൃപ തന്നെങ്കിൽ മാത്രമേ ഇത് കേൾക്കുന്ന, ഈ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു 30 ദിവസം അടുപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ അപ്പം വഴി അമ്മ വഴിയും മരിച്ചവരെല്ലാവരെയും അവരുടെ പാപകടങ്ങൾ ക്ഷമിച്ച് തമ്പുരാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടും, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരാത്മാവിനെയെങ്കിലും ഒരു 30 ദിവസത്തെ പ്രാർത്ഥന വഴി തമ്പുരാൻ സ്വർഗത്തിലേക്ക് എടുക്കുന്നതിനായിട്ടും, അങ്ങനെ അനവരതം ദൈവത്തെ പരിശുദ്ധരെന്ന് പാടി പുകഴ്ത്തുന്നതിനായിട്ടും അവർക്കിടയാകുന്നതിനും, അങ്ങനെ തുടർന്നുള്ള അവരുടെ മധ്യസ്ഥ വഴി ഞങ്ങളും അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഇടയാകട്ടെ. ഈശോയെ ആശീർവദിക്കണമേ. കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, എന്തു ശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തു ശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.